ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് സെക്യൂരിറ്റിയുടെ പാർട്ട് 6 ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. പാർട്ട് 5 വരെ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഫ്ലോ കൺട്രോൾ ഇൻ ഡേറ്റ ലിങ്ക് ലെയർ. ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എറർ കൺട്രോൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഡേറ്റ ലിങ്ക് ലെയറിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലെ മെയിനായിട്ടുള്ള ഒരു ഡിസൈൻ ഇഷ്യൂ ആണ് ഫ്ലോ കൺട്രോൾ ആൻഡ് എറർ കൺട്രോൾ. അപ്പോൾ നമുക്ക് ഫ്ലോ കൺട്രോൾ എന്താണ്, അതിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലോ കൺട്രോൾ ഈസ് എ ഡിസൈൻ ഇഷ്യൂ അറ്റ് ഡേറ്റ ലിങ്ക് ലെയർ. എന്താണ്? ഡിസൈൻ ഇഷ്യൂ ആണ്. ഡേറ്റ ലിങ്ക് ലെയറിൽ വരുന്ന ഒരു ഡിസൈൻ ഇഷ്യൂ ആണ് ഫ്ലോ കൺട്രോൾ. ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് ജനറലി ഒബ്സർവ്സ് ദ പ്രോപ്പർ ഫ്ലോ ഓഫ് ഡേറ്റ ഫ്രം സെൻഡർ ടു റിസീവർ. സെൻഡറിൽ നിന്നും റിസീവറിലോട്ടുള്ള ഡേറ്റ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫ്ലോ കൺട്രോൾ. Flow control is basically a technique that gives permission to two stations that are working and processing at different speeds to just communicate with one another. അതായത് ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. രണ്ട് സ്റ്റേഷൻസ് മീൻസ് എന്താണ്, സെൻഡറും റിസീവറും തമ്മിൽ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു സ്പീഡ് അത് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ ഫ്രെയിംസ്, നമ്പർ ഓഫ് ഫ്രെയിംസ് കൺട്രോൾ ചെയ്യുന്നു. ഇതിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണിത്. ഇറ്റ് സിംപ്ലി റെസ്ട്രിക്റ്റ് ആൻഡ് കോർഡിനേറ്റ്സ് നമ്പർ ഓഫ് ഫ്രെയിംസ് ഓർ എമൗണ്ട് ഓഫ് ഡേറ്റ. എന്താണ് നമ്പർ ഓഫ് ഫ്രെയിംസ് ഓർ എമൗണ്ട് ഓഫ് ഡേറ്റ സെൻഡർ ക്യാൻ സെൻഡ് ജസ്റ്റ് ബിഫോർ ഇറ്റ് വെയിറ്റ്സ് ഫോർ ആൻ അക്നോളജ്മെൻറ്റ് ഫ്രം ദി റിസീവർ. അതായത് ഇവിടെ റെസ്ട്രിക്റ്റും ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ഫ്രെയിംസിനെയും എമൗണ്ട് ഓഫ് ഡേറ്റ, സെൻഡറിന് സെൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഫ്രെയിംസും എമൗണ്ട് ഓഫ് ഡേറ്റയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് റിസീവർ ഇത് സ്വീകരിച്ചതിന് ശേഷം ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കും. അപ്പം അതുവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഒരു ടെക്നിക്കാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഇതിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ ഒരു ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. ദാറ്റ് എക്സ്പ്ലെയിൻസ് sender about how much data or frames it can transfer or transmit before the data overwhelms receiver. അതുപോലെ തന്നെ ഈ റിസീവിങ് ഡിവൈസിന് എന്തുണ്ട്, ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് സ്പീഡും കാണും. അതുപോലെ മെമ്മറിയും കാണും ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചാണ് ഈ സെൻഡർ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്ന ടെക്നിക്ക്. ടെക്നിക്സ് ഓഫ് ഫ്ലോ കൺട്രോൾ ഇൻ ഡേറ്റ ലിങ്ക് ലെയർ. അപ്പോൾ ഇത് രണ്ട് ടെക്നിക്സാണ് മെയിനായിട്ട് ഫ്ലോ കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ആൻഡ് സ്ലൈഡിംഗ് വിൻഡോ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. അപ്പം ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട്, എന്താണ്, സ്റ്റോപ്പ് ചെയ്യുക, വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു ടെക്നിക്കാണിത്. ദ സെൻഡർ സെൻഡ്സ് എ ഫ്രെയിം ആൻഡ് വെയിറ്റ്സ് ഫോർ അക്നോളജ്മെൻറ്റ്. സെൻഡർ എന്ത് ചെയ്യുന്നു, ഒരു ഫ്രെയിം സെൻഡ് ചെയ്യും. എന്നിട്ടൊരു അക്നോളജ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. വൺസ് ദ റിസീവർ റിസീവ്സ് ദ ഫ്രെയിം, ഇറ്റ് സെൻഡ്സ് ആൻ അക്നോളജ്മെൻറ്റ് ഫ്രെയിം ബാക്ക് ടു ദി സെൻഡർ. ആദ്യം സെൻഡർ ഒരു ഫ്രെയിം റിസീവറിന് സെൻഡ് ചെയ്യും. എന്നിട്ട് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഒരിക്കൽ റിസീവർ ഇത് റിസീവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കുമല്ലോ. അപ്പോൾ സെൻഡർ എന്ത് ചെയ്യും, അടുത്ത ഫ്രെയിം സെൻഡ് ചെയ്യും. On receiving the acknowledgement frame, the sender understands that the receiver is ready to accept the next frame. So the sender send the next frame in queue. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. ഫസ്റ്റ് സെൻഡർ ഒരു ഫ്രെയിം റിസീവറിലോട്ട് സെൻഡ് ചെയ്യും. റിസീവർ ഇത് കിട്ടിയെന്നും പറഞ്ഞിട്ടൊരു അക്നോളജ്മെൻറ്റ് സെൻഡറിന് അയക്കും. അപ്പോൾ സെൻഡറിന് മനസ്സിലാകും എന്താ, ഇനി അടുത്ത ഫ്രെയിം വാങ്ങാൻ വേണ്ടിയിട്ട് റിസീവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെൻഡർ നെക്സ്റ്റ് ഫ്രെയിം അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെയും അക്നോളജ്മെൻറ്റ് കൊടുക്കും. ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ ഒരു എൻഡ് അക്നോളജ്മെൻറ്റ് കൊടുക്കും. അതായത് എല്ലാം കഴിഞ്ഞു എന്നുള്ള ഒരു സിഗ്നലും കൂടി സെൻഡറിന് പാസ് ചെയ്യും. ഈ ഒരു പ്രൊസീജിയറാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൽ യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇത് സെൻഡർ, ഇവിടെ ഒരു റിസീവറുണ്ട്. സെൻഡർ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഡേറ്റ ഇങ്ങനെ റിസീവറിനോട്ട് കൊടുക്കുന്നു. അപ്പോൾ റിസീവറിന് ഇവിടെ ഡേറ്റ എത്തിക്കഴിയുമ്പോൾ റിസീവർ തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് അങ്ങോട്ട് അയക്കും സെൻഡറിലേക്ക്. അപ്പോൾ സെൻഡറിന് മനസ്സിലാകും നെക്സ്റ്റ് ഫ്രെയിം നമുക്ക് അയക്കാം. അങ്ങനെ സെൻഡർ എന്ത് ചെയ്യും, അടുത്ത ഫ്രെയിം അയക്കും. പിന്നെയും അക്നോളജ്മെൻറ്റ് കൊടുക്കും. ഈ ഒരു രീതിയിലാണ് കണ്ടോ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നു.
ലാസ്റ്റ് ഇവിടെ എല്ലാ ഡേറ്റയും കഴിയുമ്പം ഒരു എൻഡ് സിഗ്നലാണ് കൊടുക്കുന്നത്. എൻഡ് ഓഫ് അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സിഗ്നലാണ് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, സ്ലൈഡിംഗ് വിൻഡോ. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു പ്രൊസീജിയറാണ് സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അതെന്താണ്, അത് കുറച്ച് ഈസിയാണ് അല്ലേ, സിമ്പിളാണ്, അതുപോലെ ഈസിയാണ്, അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ അതിന് കുറച്ച് സ്ലോ ആയിരിക്കും. സ്ലോ ആണ്, ഓരോന്ന് ഇങ്ങനെ സെൻഡ് ചെയ്യുന്നു, പിന്നെ അടുത്തത് ആക്കുന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് സ്ലൈഡിംഗ് വിൻഡോ നോക്കാം. ഇറ്റ് ഈസ് എ പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോകോൾ ദാറ്റ് അസ്യൂംസ് ദാറ്റ് നൺ ഓഫ് ദ അതർ എൻറ്റിറ്റി ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ് അണ്ടിൽ കറണ്ട് ഡേറ്റ ഓർ ഫ്രെയിം ട്രാൻസ്ഫർ ഗെറ്റ്സ് കംപ്ലീറ്റഡ്. ഇതൊരു പോയിൻ്റ് ടു പോയിൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ്. അതായത് ഒരു കറണ്ട് ഡേറ്റ, ഇപ്പം നമ്മളൊരു ഡേറ്റ സെൻഡ് ചെയ്തു, ആ ഡേറ്റ സെൻഡ് ചെയ്തതിന് ശേഷം അത് അക്നോളജ്മെൻറ്റ് തരുന്നതിന് മുമ്പ്, റിസീവർ അത് അക്നോളജ്മെൻറ്റ് തരുന്നതിന് മുമ്പ് തന്നെ ഇതെന്ത് ചെയ്യും, അടുത്ത ഡേറ്റയെ അങ്ങ് സെൻഡ് ചെയ്യും. അത് എത്തിയോ ഇല്ലയെന്നൊന്നും ഇത് നോക്കത്തില്ല. ഇതൊരു സീക്വൻസ് ഓഫ് ഡേറ്റ അങ്ങ് ഒറ്റ അടിക്ക് എന്ത് ചെയ്യും, സീക്വൻസ് ഓഫ് ഡേറ്റ അങ്ങ് പാസ് ചെയ്യും. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു അക്നോളജ്മെൻറ്റ് പിന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ബോത്ത് ദ സെൻഡർ ആൻഡ് ദ റിസീവർ ഹാസ് ഫൈനൈറ്റ് സൈസ്ഡ് ബഫേഴ്സ് കോൾഡ് വിൻഡോസ്. സെൻഡറിനും റിസീവറിനും ഇവിടെ ഒരു ഫൈനൈറ്റ് സൈസ്ഡ് ബഫേഴ്സ് ഉണ്ട്. ഈ ബഫേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, വിൻഡോസ് എന്നാണ് പറയുന്നത്. ദ സെൻഡർ ആൻഡ് ദ റിസീവർ എഗ്രീസ് അപ്പോൺ ദ നമ്പർ ഓഫ് ഫ്രെയിംസ് ടു ബി സെൻഡ് ബേസ്ഡ് അപ്പോൺ ദി ബഫർ സൈസ്. അപ്പോൾ സെൻഡറിനും റിസീവറിനും ഒരു ബഫർ സൈസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡേറ്റാസ് സെൻഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു അങ്ങനെയൊന്നുമല്ല. ദ സെൻഡർ സെൻഡ്സ് മൾട്ടിപ്പിൾ ഫ്രെയിംസ് ഇൻ എ സീക്വൻസ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ അക്നോളജ്മെൻറ്റ്. ഇവിടെ സെൻഡർ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ഫ്രെയിംസ് ഒരു സീക്വൻസ് ആയിട്ട് തന്നെ അങ്ങ് സെൻഡ് ചെയ്യും. ഒരു അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ടൊന്നും ഇത് വെയിറ്റ് ചെയ്യില്ല. വെൻ ഇറ്റ് സെൻഡിങ് വിൻഡോ ഈസ് ഫിൽഡ് ഇറ്റ് വെയിറ്റ്സ് ഫോർ അക്നോളജ്മെൻറ്റ്. ഒരു വിൻഡോ കാണും ഇവിടെ. അപ്പോൾ ആ ഒരു വിൻഡോയിൽ കുറച്ച് ഡേറ്റാസ് കാണും. ഈ വിൻഡോയിൽ ഓരോ സീക്വൻസ് ആയിട്ട് എന്ത് ചെയ്യും, ഓരോ ഡേറ്റ അങ്ങ് പാസ് ചെയ്യും. എന്നിട്ട് ഈ ഒരു വിൻഡോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ എല്ലാം കൂടെ ഒരു 5 ഫ്രെയിംസ് സെൻഡ് ചെയ്തതിന് ശേഷം 5 എണ്ണത്തിൻ്റെയും കൂടെ അക്നോളജ്മെൻറ്റ് പിന്നീടായിരിക്കും ലഭിക്കുന്നത്. ഓൺ റിസീവിങ് അക്നോളജ്മെൻറ്റ് ഇറ്റ് അഡ്വാൻസസ് ദ വിൻഡോ ആൻഡ് ട്രാൻസ്മിറ്റ് ദ നെക്സ്റ്റ് ഫ്രെയിം അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് അക്നോളജ്മെൻറ്റ്സ് റിസീവ്ഡ്. അപ്പം അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പം ഇതെന്ത് ചെയ്യും, ഈ വിൻഡോയുടെ ഒരു രീതി മാറും. അതായത് അഡ്വാൻസ് ചെയ്യും, അതിൻ്റെ സൈസും കാര്യങ്ങളുമൊക്കെ വ്യത്യാസം വരും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്ലൈഡിംഗ് വിൻഡോ. ഇത് രണ്ടുമാണ് ഫ്ലോ കൺട്രോൾ ടെക്നിക്കിനകത്ത് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എറർ കൺട്രോളാണ്. അപ്പോൾ ഫ്ലോ കൺട്രോളിനകത്ത് വരുന്ന ഏതൊക്കെയാണ്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോൾ, അതുപോലെ തന്നെ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ. എറർ control is also a design issue in data link layer. Error control is basically a process in data link layer of detecting or identifying and retransmitting data frames that might be lost or corrupted during transmission. എറർ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ ലിങ്ക് ലെയറിൽ വെച്ചിട്ട് എന്തെങ്കിലും ഡേറ്റാസ് റിസീവറിലോട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഡേറ്റയിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റ സെൻഡ് ചെയ്തപ്പോൾ പാതി വഴിക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ ഒരു ടെക്നിക്കാണ് ഈ എറർ കൺട്രോളിൽ വരുന്നത്. ഇതിൽ മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ, സ്ലൈഡിംഗ് വിൻഡോ ARQ. ഈ 2 ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്. ARQ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ്. ഇതാണ് ARQ. ഇത് നോയ്സി ചാനലിൽ നമ്മൾ ഈ ARQ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. നോയ്സ്ലെസ് ചാനലിലാണെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്, അതുപോലെ സ്ലൈഡിംഗ് വിൻഡോ, നമ്മൾ ഫ്ലോ കൺട്രോളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. ഇത് നോയ്സി ചാനലാണെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ, അതുപോലെ സ്ലൈഡിംഗ് വിൻഡോ ARQ. സ്ലൈഡിംഗ് വിൻഡോ ARQ ഈസ് അഗെയിൻ 2 ടൈപ്സ്, ഗോ ബാക്ക് ആൻഡ് ARQ ആൻഡ് സെലക്റ്റീവ് റിപ്പീറ്റ് ARQ. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുന്നേ നമുക്ക് എറർ കൺട്രോളിൽ ഉൾപ്പെടുന്ന ഫേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Phases in error control: error detection, acknowledgement, retransmission. 3 ടെക്നിക്സ് ആണുള്ളത്. എറർ ഡിറ്റക്ഷൻ, അക്നോളജ്മെൻറ്റ്, റീട്രാൻസ്മിഷൻ. Error detection: firstly we need to detect at the receiver end that the data received has an error or not. റിസീവർ സൈഡിൽ എന്ത് നോക്കും,
വന്നിട്ടുള്ള ഡേറ്റയ്ക്ക് എന്തെങ്കിലും എറർ ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യും. Acknowledgement. If any error is detected, the receiver sends a negative acknowledgement NACK to the receiver. എന്തെങ്കിലും ഒരു എറർ റിസീവറിൽ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ സെൻഡ് ചെയ്യും ഒരു നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ ടു ദി സെൻഡർ. Retransmission. When the sender receives a negative acknowledgement or if any acknowledgement is not received from the receiver, sender retransmit the data again. അതായത് സെൻഡറിന് ഒരു നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ കിട്ടി, അല്ലെങ്കിൽ ഒരു സിഗ്നലേ വന്നില്ല, ഒരു ACK സിഗ്നലേ വന്നില്ല, കുറേ നേരമായിട്ട് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞിട്ടും ACK സിഗ്നൽ വന്നില്ല എങ്കിൽ സെൻഡറിന് മനസ്സിലാകും എന്തോ ഒരു പ്രശ്നം അവിടെ സംഭവിച്ചു, ഡേറ്റ ഒന്നെങ്കിൽ ലോസ്റ്റ് ആയി അല്ലെങ്കിൽ എന്തോ എറർ സംഭവിച്ചു. അപ്പോൾ നമുക്ക് ഡേറ്റ ഒന്നും കൂടി റീട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സെൻഡർ എന്ത് ചെയ്യും, ഡേറ്റ റീട്രാൻസ്മിറ്റ് ചെയ്യും. ഈ 3 ഫേസസ് ആണുള്ളത്: ഡിറ്റക്ഷൻ, അക്നോളജ്മെൻറ്റ്, റീട്രാൻസ്മിഷൻ. ഫസ്റ്റ് ടൈപ്പാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ ഈസ് ഓൾസോ നോൺ ആസ് ആൾട്ടർനേറ്റിംഗ് ബിറ്റ് പ്രോട്ടോക്കോൾ. ഇതിനെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് ബിറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ ടെക്നിക്സ് ഓർ മെക്കാനിസംസ്. ഫ്ലോ കൺട്രോളിൽ നമ്മളിത് പറഞ്ഞതാണ്, അതുപോലെ തന്നെ എറർ കൺട്രോളിലും വരുന്ന സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ് ഇത്. എ ടൈം ഔട്ട് കൗണ്ടർ ഈസ് മെയിൻറ്റെയിൻഡ് ഓൺ ദ സെൻഡേഴ്സ് സൈഡ്. ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സെൻഡറിൻ്റെ സൈഡിൽ നമ്മളൊരു ടൈം ഔട്ട് കൗണ്ടർ മെയിൻറ്റെയിൻ ചെയ്യും. ഫസ്റ്റ്ലി, ഇഫ് ദ സെൻഡർ ഡസ് നോട്ട് റിസീവ് ദ അക്നോളജ്മെൻറ്റ് ഓഫ് ദ സെൻഡ് ഡേറ്റ വിതിൻ ദ ഗിവൺ ടൈം, ദെൻ ദ സെൻഡർ അസ്യൂംസ് ദാറ്റ് ദ സെൻഡ് ഡേറ്റ ഹാസ് ബീൻ ലോസ്റ്റ് ഓർ ദ അക്നോളജ്മെൻറ്റ് ഓഫ് ദ ഡേറ്റ ഹാസ് ബീൻ ലോസ്റ്റ്. സോ ദ സെൻഡർ റീട്രാൻസ്മിറ്റ് ദ ഡേറ്റ ടു ദി റിസീവർ. ടൈം ഔട്ട് കൗണ്ടർ വയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരു ടൈം പീരീഡ് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൻഡറിന് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞിട്ടും അക്നോളജ്മെൻറ്റ് വന്നില്ല എങ്കിൽ സെൻഡറിന് മനസ്സിലാകും എന്തോ അവിടെ ഒരു പ്രശ്നം പറ്റി, ഡേറ്റ ഒന്നെങ്കിൽ ലോസ്റ്റ് ആയി അല്ലെങ്കിൽ എന്തോ ഒരു എററുണ്ട്. അപ്പോൾ സെൻഡർ എന്ത് ചെയ്യും, ഡേറ്റ അഗെയിൻ ട്രാൻസ്മിറ്റ് ചെയ്യും. Secondly, if the receiver detects an error in the data frame indicating that it has been corrupted during the transmission, the receiver sends the NACK. If the sender receives a negative acknowledgement of the data, then it retransmits the data. ഇവിടെ എങ്ങനെയാണ്, ഒരു NACK സിഗ്നൽ റിസീവർ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. എറർ ഉള്ളതാണ് അവർക്ക് കിട്ടിയ ഡേറ്റ എങ്കിൽ, റിസീവറിന് കിട്ടിയ ഡേറ്റയ്ക്ക് എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ റിസീവർ എന്ത് ചെയ്യും, ഒരു NACK സിഗ്നൽ അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സെൻഡറിന് മനസ്സിലാകും, സെൻഡർ എന്ത് ചെയ്യും, ഡേറ്റ ഒന്നുകൂടി ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇഷ്യൂസ് മീൻസ് 3 രീതിയിലുള്ള പ്രോബ്ലംസാണ് ഇതിൽ വരുന്നത്. ഇവിടെ മെയിനായിട്ട് 3 പ്രോബ്ലംസ് ആണുള്ളത്. അത് 3 പ്രോബ്ലംസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കിയോ, ഇത് സെൻഡർ, ഇത് റിസീവർ. സെൻഡർ ആദ്യം D1 എന്ന് പറയുന്ന ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നു, പർട്ടിക്കുലർ ടൈമറും വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ACK1 എന്ന് പറഞ്ഞ സിഗ്നൽ കിട്ടി, കറക്റ്റായിട്ട് ഡേറ്റ എത്തി. ഇനി നെക്സ്റ്റ് D2 എന്ന് പറഞ്ഞ ഡേറ്റ സെൻഡ് ചെയ്യുന്നു, ടൈമറും ഉണ്ട്. D2 എന്ന് പറയുന്ന ഡേറ്റ പാതി വഴിക്ക് എന്ത് ചെയ്തു, ലോസ്റ്റ് ആയിപ്പോയി. ലോസ്റ്റ് ആയപ്പോൾ ടൈമും കഴിഞ്ഞു. ടൈം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഡേറ്റ എഗെയിൻ സെൻഡ് ചെയ്യുന്നു സെൻഡർ. അപ്പം അക്നോളജ്മെൻറ്റ് ലഭിക്കുന്നു. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. അതായത് എന്താണ്, ഫ്രെയിം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഡേറ്റ അയക്കുന്നു. ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ D1 സെൻഡ് ചെയ്തു, ടൈമറും ഉണ്ട്, D1 സെൻഡ് ചെയ്തു, പക്ഷേ തിരിച്ചു വരുന്ന അക്നോളജ്മെൻറ്റ് സിഗ്നലില്ലേ പാതി വഴിക്ക് അതെന്ത് ചെയ്തു, ലോസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഡേറ്റ എന്ത് ചെയ്യുന്നു, D1 എഗെയിൻ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ACK2 ലഭിക്കുന്നു. അപ്പം കറക്റ്റായിട്ട് ആ ഒരു ഡേറ്റ ഫുള്ളായിട്ട് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രോബ്ലമാണ്. അതായത് എന്താണ്, അക്നോളജ്മെൻറ്റ് സിഗ്നൽ നഷ്ടമാകുന്നു അല്ലെങ്കിൽ അതിലെന്തെങ്കിലും എറർ വരുന്നു. അതാണ് രണ്ടാമത്തെ പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫ്രെയിം ലോസ്റ്റ് ആകുന്നു. രണ്ടാമത്തെ പ്രോബ്ലം അക്നോളജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ലോസ്റ്റ് ആയി പോകുന്നു. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡിലേയ്ഡ് ടൈമാണ്. ടൈം ഡിലേ ആയിരുന്നു, ഒരു പർട്ടിക്കുലർ ടൈം കാണും. ഇതാണ് D1 എന്ന് പറയുന്ന ഡേറ്റ സെൻഡ് ചെയ്തു, ACK തിരിച്ച് റിസീവർ സെൻഡ് ചെയ്തു, അത് കഴിഞ്ഞു. D2 എന്ന് പറയുന്ന ഡേറ്റ സെൻഡ് ചെയ്തു, പക്ഷേ ടൈം നോക്കിയ ടൈം കഴിഞ്ഞിട്ടും ACK2 വന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, സെൻഡർ ആ ഡേറ്റയെ പിന്നെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ACK2 കിട്ടുന്നു പർട്ടിക്കുലർ ടൈമിൽ. ഇതാണ് ഡിലേയ്ഡ് ടൈം. ഈ 3 പ്രോബ്ലംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 3 പ്രോബ്ലംസും
ഇനിയും ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടൈം ഔട്ട് ടൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ടൈമർ യൂസ് ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ സീക്വൻസ് നമ്പറും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വിൻഡോ സൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും. പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമുക്ക് ഒരു ഡേറ്റയാണ് സെൻഡ് ചെയ്യാൻ പറ്റുക. 1 ഡേറ്റ അറ്റ് എ ടൈം മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് ഒരുപാടുണ്ട്, പക്ഷേ ആ ബാൻഡ് വിഡ്ത്തൊന്നും എഫക്റ്റീവായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതാണ് വിൻഡോ സൈസ് ചെറുതായിരിക്കും, അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQൻ്റെ പ്രോബ്ലംസ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ AC-ക്ക് NAC-ക്ക് സിഗ്നലും വരും കേട്ടോ. അതായത് സെൻഡർ ഒരു റിസീവറിന് ഡേറ്റ സെൻഡ് ചെയ്യുന്നു, D1 എന്ന് പറഞ്ഞ ഡേറ്റ അയച്ചു. പക്ഷേ ഈ ഒരു D1 ഇവിടെ ടൈമറും ഉണ്ട്. D1 എന്ന് പറയുന്ന ഡേറ്റയിൽ എററുണ്ട്. എററുണ്ടെങ്കിൽ അക്നോളജ്മെൻറ്റ് അയക്കും പർട്ടിക്കുലർ ടൈം പീരീഡിൽ, പക്ഷേ അതൊരു NACK എന്ന് പറയുന്ന അക്നോളജ്മെൻ്റ് ആയിരിക്കും, നെഗറ്റീവായിരിക്കും. അപ്പോൾ എററാണെന്ന് മനസ്സിലാക്കും. D1 എന്ന് പറയുന്ന ഡേറ്റ എഗെയിൻ ട്രാൻസ്മിറ്റ് ചെയ്യും, കറക്റ്റായിട്ട് അക്നോളജ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യും. ഇതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ. ഇനി നെക്സ്റ്റ് മെത്തേഡ് നോക്കാം, സ്ലൈഡിംഗ് വിൻഡോ ARQ. ഇൻ സ്ലൈഡിംഗ് വിൻഡോ ARQ എ സെൻഡർ ക്യാൻ സെൻഡ് മൾട്ടിപ്പിൾ ഡേറ്റ ഫ്രെയിംസ് അറ്റ് ദി സെയിം ടൈം. ഇതിൽ എന്ത് ചെയ്യുന്നു, ഒരേ സമയം തന്നെ സെൻഡറിന് മൾട്ടിപ്പിൾ ഡേറ്റ ഫ്രെയിംസ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റടുത്താണെങ്കിൽ ഒരു ഡേറ്റ സെൻഡ് ചെയ്തു, അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് അടുത്തത് സെൻഡ് ചെയ്യുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ ഡേറ്റ ഫ്രെയിംസ് എന്ത് ചെയ്യുന്നു, ഒരേ സമയം സെൻഡ് ചെയ്യുന്നു. ദ സെൻഡർ കീപ്സ് എ റെക്കോർഡ് ഓഫ് ഓൾ ദി സെൻഡ് ഫ്രെയിംസ് അണ്ടിൽ ദേ ഹാവ് ബീൻ അക്നോളജ്ഡ്. ഈ സെൻഡ് ചെയ്തതിൻ്റെ എല്ലാ റെക്കോർഡ്സും സെൻഡർ കീപ്പ് ചെയ്യും, ഇത് അക്നോളജ്ഡ് ആകുന്നത് വരെ. The receiver can send an ACK or NACK depending upon if the data frame is received correctly, if any error has been detected or has been lost. റിസീവർ ഇപ്പം കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഡേറ്റ കറക്റ്റായിട്ടാണ് എത്തിയിട്ടുണ്ടെങ്കിൽ റിസീവർ ACK സിഗ്നൽ സെൻഡ് ചെയ്യും. ഇനി എന്തെങ്കിലും ലോസ്റ്റായ ഡേറ്റ അല്ലെങ്കിൽ എററുള്ള ഡേറ്റയാണ് എത്തിയെങ്കിൽ റിസീവർ അത് NACK എന്ന് പറഞ്ഞൊരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇവിടെ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒരേ സമയം ഒരു സീക്വൻസ് ഓഫ് ഡേറ്റയാണ് സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിൻഡോ സൈസ് എന്ന് പറയുന്നത് നമ്മൾ 4 എടുക്കുകയാണ്. 4 ആണ് ഇവിടുത്തെ സെൻറ്റർ വിൻഡോ സൈസ്. സെൻറ്റർ റിസീവറുണ്ട്, അത് ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, 4 ഡേറ്റാസ് സെൻഡ് ചെയ്യാൻ സാധിക്കും. വിൻഡോ സൈസ് 4 ആയതുകൊണ്ട് 4 ഡേറ്റാസ് അറ്റ് എ ടൈം സെൻഡ് ചെയ്യാം. അതായത് 0, 1, 2, 3 ഇത് ഇത്രയും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, ഒരു വിൻഡോ. ഇത്രയും കൂടി ഒരു വിൻഡോ. അപ്പം ഫസ്റ്റ് വിൻഡോയിൽ നമ്മൾ 0, 1, 2, 3 0, 1, 2, 3 ഇത് ഇത്രയും സെൻഡ് ചെയ്യുന്നു. അപ്പോൾ റിസീവറിന് ആദ്യം എന്ത് ചെയ്യുന്നു, 0യുടെ അക്നോളജ്മെൻറ്റ് റിസീവർ സെൻഡ് ചെയ്തു. 0യുടെ അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുമ്പം 0 ഇവിടെ റിസീവ്ഡ് ആയല്ലോ. അപ്പോൾ റിസീവ് ആയി കഴിയുമ്പോൾ ഈ വിൻഡോ ഒന്ന് ജസ്റ്റ് ഒരു സ്ലൈഡ് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഒരു സ്ലൈഡ് ചെയ്യും. അതാണ് ഇവിടെ സ്ലൈഡിങ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പം ഇനി ഈ വിൻഡോയുടെ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് വയ്ക്കും, 1 മുതൽ 4 വരെയാകും. അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് സ്ലൈഡ് ചെയ്തു. അപ്പം നമുക്ക് 0യുടെ അക്നോളജ്മെൻറ്റ് കിട്ടി. അങ്ങനെ ആകുമ്പോൾ ഇനി അടുത്ത എന്താണ്, സ്ലൈഡ് ചെയ്ത് ഈ ഒരു എലമെൻറ്റ് സെൻഡ് ചെയ്യും, 4 സെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് 1ൻ്റെ അക്നോളജ്മെൻറ്റ് വന്നു, 1ൻ്റെ അക്നോളജ്മെൻറ്റും വന്നു. അപ്പോൾ വിൻഡോ പിന്നെ എന്ത് ചെയ്തു, 0യും 1ഉം സെൻഡ് ആയി കഴിഞ്ഞു. അപ്പോൾ വിൻഡോ പിന്നെ ഏതാണ്ട് 2ൽ നിന്നും മൂവ് ചെയ്ത് 5 വരെ വന്നു. അപ്പോൾ നമുക്കിനി അടുത്ത് 5 സെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 2ൻ്റെ അക്നോളജ്മെൻറ്റ് വന്നു, 5 സെൻഡ് ചെയ്തു. അപ്പോൾ 2ൻ്റെ അക്നോളജ്മെൻറ്റ് വന്നപ്പോൾ 2 സെൻഡായി. അപ്പോൾ ഇനി അടുത്ത വിൻഡോ പിന്നെ എന്ത് ചെയ്യുന്നു, 3ൽ നിന്നും ദാണ്ട് 6 വരെ മൂവ് ചെയ്തു. അതായത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ 4 തന്നെ ആയിരിക്കും മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ 6 ഇനി 6 നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അടുത്തത് 3യുടെ അക്നോളജ്മെൻറ്റ് വരും. 3യുടെ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ വിൻഡോ പിന്നെയും മൂവ് ചെയ്യുന്നു. 6ൽ നിന്ന് എന്ത് ചെയ്യും, 3 കിട്ടി. അപ്പോൾ ഇനി അടുത്ത ഹെഡ് എന്ന് പറയുന്നത് 4ൽ വന്ന് 4ൽ നിന്ന് 4 to 7. അപ്പോൾ 7 നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലാണ് സ്ലൈഡിംഗ് വിൻഡോ വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് 2 ടൈപ്പ് ഉണ്ട്, അത് നോക്കാം.
The sliding ARQ is of two types, go back and ARQ and selective repeat ARQ. ഇപ്പോൾ രണ്ട് ടൈപ്പാണ്, go back and ARQ, selective repeat ARQ. Go back and ARQ. In this protocol, if any frame is lost or corrupted, then all the frames since the last frame that was acknowledged are sent once again. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്മളൊരു സീക്വൻസ് ഓഫ് ഫ്രെയിംസ് ആണല്ലോ സെൻഡ് ചെയ്യുന്നത്, അതിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഒരു വിൻഡോ കറൻ്റ്ലി എവിടെയാണ് ആ വിൻഡോ നിൽക്കുന്നത് അവിടെ മുതൽ ആ ഒരു സീക്വൻസ് ഫുള്ളും എന്ത് ചെയ്യും, എഗെയിൻ സെൻഡ് ചെയ്യും. അക്നോളജ്ഡ് ആയതും പിന്നെ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ഇതാണ് ഗോ ബാക്ക് ആൻഡ് ARQ. ഇവിടെ വിൻഡോ സൈസ് എന്ന് പറയുന്നത്, സെൻറ്ററിൻ്റെ വിൻഡോ സൈസ് എന്ന് പറയുന്നത് N-ഉം അതുപോലെ തന്നെ റിസീവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദ സെൻറ്റേഴ്സ് വിൻഡോ സൈസ് ഈസ് N, ബട്ട് ദ റിസീവേഴ്സ് വിൻഡോ സൈസ് ഈസ് ഓൺലി 1. ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. സെൻറ്റർ, റിസീവർ. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇവിടെ ഫ്രെയിം സൈസ് എന്ന് പറയുന്നത് എന്താണ്, വിൻഡോ സൈസ് എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനത്തെ ഡേറ്റാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പം 2 ആകുമ്പം 0, 1 ഫസ്റ്റ് ഫ്രെയിം തന്നെ സെൻഡ് ചെയ്യുന്നു. 0, 1, 2, 3, 0, 1, 2. അതിൽ 0, 1 എന്ന് പറയുന്ന ആ ഒരു വിൻഡോ ആണ് സെൻഡ് ചെയ്തത്. അടുത്തത് നമ്മൾ 0, 1 എന്ന് പറഞ്ഞ് അടുത്ത ഫ്രെയിമും സെൻഡ് ചെയ്തു. നമ്മൾ മറ്റടുത്ത് 0, 1 അങ്ങനെ സെൻഡ് ചെയ്തില്ലേ, ഇവിടെ അതേപോലെ തന്നെയാണ്. 0 സെൻഡ് ചെയ്തു, അടുത്ത 1 എന്ന് പറയുന്ന ഫ്രെയിമും സെൻഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ AC-ക്ക് 2 എത്തി, AC-ക്ക് 2, അതായത് ഇത് രണ്ടും എത്തി എന്നുള്ളത് AC-ക്ക് എന്ന് പറഞ്ഞൊരു സിഗ്നൽ നമുക്ക് സെൻറ്ററിൽ റിസീവർ സെൻഡ് ചെയ്തു. അപ്പോൾ വിൻഡോ എന്ത് ചെയ്തു, 0, 1 എത്തിക്കഴിഞ്ഞു. അപ്പോൾ വിൻഡോ ജസ്റ്റ് ഇതാണ്ടേ 2, 3 എന്ന് പറയുന്നിടത്തോട്ട് സ്ലൈഡ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ഫ്രെയിമിൽ താണ്ടേ 2 എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ് താണ്ടേ പോകുന്നത്. ഫസ്റ്റിൽ താണ്ടേ സീക്വൻസ് എന്ന് പറയുന്നത് ഇത് 2, അടുത്തത് തന്നെ 3. ഇത് രണ്ടും ഒന്നിച്ചാണ് സെൻഡ് ചെയ്യുന്നത്. 2, 3 ആ ഒരു വിൻഡോ താണ്ടേ ഒരേ സമയമാണ് ഈ ഫ്രെയിം 2ഉം ഫ്രെയിം 3യും സെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ പോകുന്ന വഴിക്ക് തന്നെ ഫ്രെയിം 2 അങ്ങ് ലോസ്റ്റായി. എന്നാൽ ഫ്രെയിം 3 നമ്മൾ സെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഫ്രെയിം 2 ലോസ്റ്റായപ്പോൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ 2ഉം 3യും പിന്നെയും സെൻഡ് ചെയ്യുക ഇവിടെ ചെയ്യുന്നത്. ആ ഒരു വിൻഡോ ആ 2 മാത്രം എടുത്ത് സെലക്ട് ചെയ്ത് ഇങ്ങനൊരു വിൻഡോ മാത്രമല്ല സെൻഡ് ചെയ്യുന്നത്. 2, 3 എന്ന് പറയുന്ന ആ ഒരു സീക്വൻസ് പിന്നെയും എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. അതാണ് ഗോ ബാക്ക് ആൻഡ് ARQ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സീക്വൻസിൽ, ഇപ്പം നമ്മൾ കണ്ടേ മുമ്പേ പറഞ്ഞ കണക്കാണെങ്കിൽ 0, 1, 2, 3 ഇതിൽ നമ്മൾ 0ഉം 1ഉം സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്തപ്പോൾ 0 എത്തി, എന്നാൽ 1 എത്തിയില്ല. അങ്ങനെയാണെങ്കിൽ എഗെയിൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫ്രെയിം പിന്നെയും സെൻഡ് ചെയ്യും. 0, 1 ഉൾപ്പെടുന്ന ആ ഒരു ഫ്രെയിം പിന്നെയും സെൻഡ് ചെയ്യുന്നു. അതാണ് ഗോ ബാക്ക് ആൻഡ് ARQ. നെക്സ്റ്റ് ടൈപ്പ് സെലക്റ്റീവ് റിപ്പീറ്റ് ARQ. In this ARQ, if any frame is lost or corrupted, then only that frame is sent again. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രെയിം കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫ്രെയിം മാത്രമേ സെൻഡ് ചെയ്യൂ, അല്ലാതെ അതും ആദ്യം തൊട്ടേ സെൻഡ് ചെയ്യത്തില്ല. വിച്ച് ഹാസ് എ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ്. നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് കിട്ടിയത് ഏതാ അത് മാത്രം സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഈ സെലക്റ്റീവ് എന്നുള്ളൊരു നെയിം വന്നത്. ദ സെൻഡേഴ്സ് വിൻഡോ സൈസ് ആൻഡ് ദ റിസീവേഴ്സ് വിൻഡോ സൈസ് ഈസ് ദ സെയിം ഹിയർ. ഇവിടെ രണ്ടിൻ്റെയും സൈസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, സെൻറ്ററിൻ്റെ ആയാലും റിസീവറിൻ്റെ ആയാലും. നോക്കാം, ഇത് സെൻറ്റർ, ഇത് റിസീവർ. ഇതാണ്ടേ 0, 1, 1, 1, 1, 0, 1 ഈ ഒരു ഡേറ്റയാണ് സെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വിൻഡോ 0 എന്ന് പറയുന്നത്, വിൻഡോ സൈസ് ഇവിടെ 1 ആണേ. അപ്പോൾ ഫ്രെയിം ഇതാണ്ടേ ഫസ്റ്റ് ഫ്രെയിം സെൻഡ് ചെയ്തു. അതേപോലെ തന്നെ ഒന്നിച്ച് തന്നെ ഈ 1 എന്ന് പറയുന്നത്, അപ്പം ഓരോന്നായിരിക്കുമല്ലോ, സെൻറ്ററിൻ്റെ സൈസും 1 ആണ്, റിസീവറിൻ്റെ സൈസും 1 ആണ്. മറ്റടുത്ത് അങ്ങനെയല്ല, നമുക്ക് n ഫ്രെയിംസ് ഒരേ സമയം സെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ അതുകൊണ്ട് ഓരോന്നോരോന്ന് സെൻഡ് ചെയ്യുന്നു. ആദ്യം 0 സെൻഡ് ചെയ്തു ഫ്രെയിം 1-ൽ, ഫ്രെയിം 2 ആയിട്ട് അതെ 1ഉം സെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ AC-ക്ക് 2 എന്ന് പറഞ്ഞ സിഗ്നൽ കിട്ടി. അതായത് ഈ രണ്ട് ഫ്രെയിം എന്ത് ചെയ്തു, കറക്റ്റായിട്ട് നമ്മൾ അയച്ചത് രണ്ടും കറക്റ്റായിട്ട് ഇവിടെ എത്തി എന്നുള്ള സിഗ്നൽ കിട്ടി. അപ്പോൾ വിൻഡോ പിന്നെ ജസ്റ്റ് മൂവ് ചെയ്തു, 1-ലോട്ട് വന്നു ഉണ്ട്. ഈ ഒരു 1-ലോട്ട് വിൻഡോ മൂവ് ചെയ്തു. ഫ്രെയിം 3 സെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ അടുത്തതും കൂടി മൂവ് ചെയ്തപ്പോൾ അടുത്ത എലമെൻ്റ് ഏതാ, 0 ആണ്. 0, 3ഉം 4ഉം സെയിം ആയിട്ട് ഒന്നിച്ച് സെൻഡ് ചെയ്യുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് തണ്ടേ ഇവിടെ വെച്ചിട്ട് ഈ ഒരു 1 നഷ്ടപ്പെട്ടു.
നഷ്ടപ്പെട്ടപ്പോൾ ഇതാണ്ട് അടുത്ത സെറ്റായിട്ട് അടുത്ത ടേണിൽ ആ ഒരു ഫ്രെയിം മാത്രം എഗെയിൻ സെൻഡ് ചെയ്യുന്നു. അല്ലാതെ ഇതാണ്ട് ഇതും കൂടി പിന്നെയും സെൻഡ് ചെയ്യുന്നില്ല. 0 1 1 0 1. മറ്റേ കേസായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഗോ ബാക്ക് ആൻഡ് ARQ ആയിരുന്നെങ്കിൽ ഈ 1 നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 0 എന്ന് പറയുന്നതും പിന്നെയും സെൻഡ് ചെയ്യും. അത് സെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് കിട്ടി. ഈ നഷ്ടപ്പെട്ട ഫ്രെയിം ആയിരിക്കും ഫ്രെയിം 3 ആയിട്ട് എഗെയിൻ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സെലക്റ്റീവ് റിപ്പീറ്റ് ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒന്ന് ലോസ്റ്റ് ആവുകയോ എറർ ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫ്രെയിം മാത്രം സെൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്ലോ കൺട്രോൾ അതുപോലെ തന്നെ എറർ കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് അതുപോലെ തന്നെ സ്ലൈഡിംഗ് വിൻഡോ. എറർ കൺട്രോളിൽ വരുമ്പം സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ അതുപോലെ തന്നെ സ്ലൈഡിംഗ് വിൻഡോ ARQ. സ്ലൈഡിംഗ് വിൻഡോ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഗോ ബാക്ക് ആൻഡ് സെലക്റ്റീവ് റിപ്പീറ്റ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ബൈ.